हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷ്യൻ की जय। ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. മഴയില്ല. നമ്മുടെ കുയില് വിളിക്കുന്നു.
ആ പ്രസന്നാമേ ഗിരീഷ് കുമാർ ഞാൻ വന്നു മാതാജി. നമ്മളൊരു അൺടൈം ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരും ലൈവ് പെട്ടെന്ന് കാണില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. തുടങ്ങാം. രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിട്ടില്ല. അറിയാലോ എല്ലാവർക്കും, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ തിരുപ്പതി യാത്രയായിരുന്നു. പ്രതീക്ഷിച്ചതിലും വളരെ മനോഹരമായിട്ട് തന്നെ തിരുപ്പതി യാത്ര നടന്നു. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. കൃത്യമായിട്ട് തന്നെ എല്ലാവരും പക്ക ട്രെയിനിന് എത്തി. നമ്മൾ അവരെ റിസീവ് ചെയ്തു തിരുപ്പതിയിൽ വെച്ചിട്ട്. അറൗണ്ട് ഒരു 10-11 മണിയായപ്പോഴേക്കും നമ്മുടെ അഡ്മിൻസിനോടൊപ്പം തിരുപ്പതി യാത്രയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച, ബാലാജിയുടെ ദർശനത്തിന് ഭാഗ്യം ലഭിച്ച എല്ലാവരും വന്നു. ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് വരുമ്പോഴേ അവർ ഭക്ഷണമൊക്കെ പലരും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്, യാത്രയിൽ എക്സ്പെൻസ് ചിലവ് കുറയ്ക്കാൻ വേണ്ടി. കാരണം നമ്മൾ ഒരു എമൗണ്ട് പാക്കേജ് ആയിട്ടല്ല കൊണ്ടുപോകുന്നത്, ഇൻഡിവിജ്വൽ എക്സ്പെൻസിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം അവർ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു പലരും ഭക്ഷണം. വണ്ടിയിൽ വെച്ച് അവർ പരസ്പരം ഷെയർ ചെയ്ത് സന്തോഷത്തോടെ യാത്ര ചെയ്ത് വന്നു. അങ്ങനെ തിരുപ്പതി എത്തി. ഞാൻ ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴേക്കും തിരുപ്പതി എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രാത്രി 11:30 എത്തി. നല്ല വൃത്തിയും ഭംഗിയും എല്ലാം ഉള്ള നല്ല ഹോട്ടൽ. എനിക്ക് തോന്നുന്നു മറ്റ് ഗസ്റ്റുകളൊന്നും ഇല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ട പോലത്തെ ഹോട്ടലായിരുന്നു നമുക്ക് ബാലാജി നൽകിയത്. നല്ല മനോഹരമായിരിക്കുന്ന ആ ഹോട്ടലിൽ ഒരു റൂമിൽ, ഡബിൾ റൂമിൽ 2 പേരും ട്രിപ്പിൾ റൂമിൽ 3 പേരുമായിട്ട് ഷെയർ ചെയ്ത് അവരെ അന്ന് രാത്രി വന്ന ഉടനെ തന്നെ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു 2 മണിക്കൂർ അവർ സ്വസ്ഥമായി ഉറങ്ങി. 2-3 മണിക്കൂർ. പത്മാവതി ക്ഷേത്രത്തിലേക്ക് നമുക്ക് അത്ര പെട്ടെന്നൊന്നും പോകാൻ കഴിയില്ല, അത് കുറച്ച് ടഫാണ്, നമ്മുടെ ബാലാജി പോലെ തന്നെ. പക്ഷെ ഒരുപാട് പേര് പോകാറുമുണ്ട്. പക്ഷെ നമുക്കവിടെ സ്പെഷ്യൽ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്നവർക്കറിയാം, നമ്മൾ യാതൊന്നിനും ഒരു ടോക്കണിന് വേണ്ടി പോലും ബുദ്ധിമുട്ടില്ലാതെ പത്മാവതി ക്ഷേത്രത്തിൽ ശരിക്കും നമുക്ക് ദേവിയുടെ മുമ്പിലിരുന്ന് അഭിഷേകം കാണാനുള്ളൊരു സൗകര്യം അവരൊരുക്കിയിരുന്നു. പക്ഷേ നമുക്ക് വണ്ടിയിലെ ഡ്രൈവറിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ഒരു 20 മിനിറ്റ്സ് ലേറ്റായി. എന്നാലും നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ ദേവിയുടെ അടുത്തെത്തി. നമ്മൾ പ്രാർത്ഥിച്ച് കൈ നിറയെ അമ്മയുടെ പ്രസാദം നമുക്ക് അവർ വാരി തന്നു. അവിടെയുള്ള നമുക്ക് വേണ്ടപ്പെട്ട കോർഡിനേറ്റേഴ്സ് അവരൊരുപാട് പ്രസാദം നമുക്ക് ദിവ്യ വാരിക്കോരി അവർ നമുക്ക് തന്നു. അങ്ങനെ നമ്മൾ ആ പ്രസാദം എല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ കോദണ്ഡരാജ ക്ഷേത്രത്തിലേക്ക് പോയി. അതും ഭഗവാന്റെ ക്ഷേത്രം തന്നെയാണ്. മനോഹരമായ ദർശനം അവിടെയും കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗോവിന്ദരാജ ക്ഷേത്രത്തിൽ പോയി, ശ്രീനിവാസ മംഗാമല ക്ഷേത്രത്തിൽ പോയി, കപില തീർത്ഥത്തിൽ പോയി. എല്ലാവരും കപില തീർത്ഥത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി എല്ലാം കേട്ട് അവിടെ അനുഗ്രഹം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെയുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിലൊക്കെ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ്, സമ ബ്രേക്ക്ഫാസ്റ്റ്, അവനവന് ഇഷ്ടമുള്ള ഫുഡ് അവർക്ക് ഓർഡർ ചെയ്യാമായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും പറഞ്ഞത്, മാതാജി ഇതുപോലെയുള്ള ഒരു എന്താ പറയുക ദോശയും ഇഡ്ഡലിയും ഒന്നും ഞങ്ങൾ കഴിച്ചിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഏറ്റവും നല്ല ഫസ്റ്റ് ക്ലാസ്. കാരണം നമ്മുടെ യാത്രയിൽ എപ്പോഴും ഫുഡ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാറുണ്ട്. നമുക്ക് പിന്നെ ഓപ്പൺലി പറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് സാത്വിക് ഫുഡ് കിട്ടാറില്ല. കാരണം മറ്റൊന്നുമല്ല, പല സ്ഥലങ്ങളിലും നമുക്ക് സാത്വിക് ഫുഡ് കിട്ടില്ല. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല. നമുക്ക് റൂമിൻ്റെതാണ് എഴുതി വെക്കണേ, കയ്യിൽ വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം എനിക്ക് കൂടെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വരുന്നവർക്ക് യാത്രയിൽ അവരുടെ ആരോഗ്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരൊരു തരത്തിലും ടയേർഡ് ആവാൻ പാടില്ല, അവർക്ക് വയറിന് പിടിക്കാത്ത ഭക്ഷണം അവർ കഴിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ AC
ട്രാവലറാണ് 2 അറേഞ്ച് ചെയ്തത്. എവിടെയും അവരൊരു ഒരു തുള്ളി വിയർപ്പ് പോലും അവരുടെ ശരീരത്തിൽ നിന്ന് വീഴരുത് എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം പ്രത്യേകം കെയർ ചെയ്തിട്ടാണ് അവരെ കൊണ്ടുപോയത്. അത് യാത്രയിൽ വന്ന പലരും നമ്മുടെ ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് നല്ല ഭംഗിയായിട്ട് അവർ AC റെസ്റ്റോറൻറ്റിലിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അതാത് ആളുകളുടെ പൈസ അവർ തന്നെ റിസപ്ഷനിൽ പേ ചെയ്തു. അങ്ങനെ ആവശ്യമില്ലാത്തവർ ഉണ്ടാവും, ഭക്ഷണം വേണ്ട മാതാജി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ആ പൈസ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പാക്കേജായിട്ട് കൊണ്ടുപോകാത്തത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കഴിച്ചു. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, നോർമൽ വാട്ടറിന് നോർമൽ വാട്ടർ, അതെല്ലാം അവർ തന്നെ വാങ്ങിച്ചു. എല്ലാവരും സന്തോഷത്തോടെ റെസ്റ്റ് ചെയ്ത് പതുക്കെ ആടിയും പാടിയും, ഒരു ധൃതിയും ഇല്ല നമുക്ക്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഒരു ധൃതിയും ഞാൻ കാണിക്കാറില്ല. സ്വസ്ഥമായി നിങ്ങൾ ഇരിക്കുക, സ്വസ്ഥമായി ഇരുന്ന് നിങ്ങൾ സ്വസ്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളൊപ്പം വന്നവരോട് സംസാരിച്ച് കളിച്ചും ചിരിച്ചും നിങ്ങൾ വാ. ഒരു ധൃതിയില്ല, ഒരു പ്രയാസവും ഇല്ല. ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, നമ്മുടെ വണ്ടിയും വെയിറ്റ് ചെയ്യും, നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ശരിക്കും, കാരണം പതുക്കെ നടക്കുന്നവരുണ്ട്, പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റാത്തവരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ അവർ മെല്ലെ വരട്ടെ, നമ്മൾ അവരെ ധൃതിപ്പെടുത്തണ്ട. അങ്ങനെ അവർ വന്ന് നമ്മൾ വണ്ടിയിൽ കയറി നേരെ റൂമിൽ പോയി വീണ്ടും AC ഒക്കെ ഇട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തു. കറക്റ്റ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എന്താ പറയുക, നമ്മൾ കുളിച്ച് ഫ്രഷായി. ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴേക്കും, 2:30 ഒരു മണി 1:15 ആയപ്പോഴേക്കും ഫ്രഷായി. നല്ല അടിപൊളി ലഞ്ച്, ചോറ്, കറി, ഉപ്പേരി, പപ്പടം, തോരൻ, അച്ചാർ, രസം, കൂട്ടുകറി, പായസം, കൊണ്ടാട്ടം മുളക് എന്ന് വേണ്ട. എൻ്റെ നാവിൽ ഇപ്പോഴും ആ രുചിയുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി ഫുഡ് AC റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും വണ്ടിയിൽ കയറി നേരെ നമ്മൾ ബാലാജിയെ കാണാൻ വേണ്ടി തിരുമലയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നമ്മുടെ മഞ്ജരീസിൻ്റെ 2 വണ്ടിയിൽ എല്ലാവരും സന്തോഷത്തോടെ തിരുമലയിലേക്ക് യാത്ര പോയി. അവിടെ ചെന്ന് തിരുമലയിൽ എത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും ചായയോ കാപ്പിയോ കുടിക്കുന്നവരുണ്ടെങ്കിൽ, ഞാൻ ചായയും കാപ്പിയും പ്രൊമോട്ട് ചെയ്യില്ല, പക്ഷേ ചായയും കാപ്പിയും നിർത്താൻ പറ്റാത്ത പലരും ഉണ്ട്. അവർക്കത് ആ സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഹെഡേക്ക് വരും. എനിക്കത് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ പയ്യെ നിർത്തിയാൽ മതി, കാരണം എല്ലാവരും വെജിറ്റേറിയൻസ് ആയതന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചായയും കാപ്പി ആവശ്യമുള്ളവർ ചായയും കാപ്പിയും കുടിച്ചു, ഹോർലിക്സ് ആവശ്യമുള്ളവർ അത് കുടിച്ചു. എന്താ പറയുക, അത് കഴിഞ്ഞ് വെള്ളം ആവശ്യമുള്ളവർ വെള്ളം കുടിച്ചു. വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ തിരിച്ചു കൊടുത്താൽ 20 രൂപ കിട്ടുന്നപ്പോൾ ഞങ്ങൾ അതെല്ലാം കൂടെ തിരിച്ചു കൊടുത്തു. അങ്ങനെ നല്ല രസകരമായി ഒരേ മനസ്സോടുകൂടി എല്ലാവരും, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോസ് പോലും എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമുക്കൊരു ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മെമ്മറി പോലും ഞങ്ങളുടെ മൈൻഡിലില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ തിരുമലയിൽ കയറി എല്ലാവരും അവിടെ നിന്ന് കൂട്ടം തെറ്റാതെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും സംസാരിച്ചും നാമം ചൊല്ലിയും ഭഗവാന്റെ കഥകൾ പറഞ്ഞും തിരുമല ബാലാജിയുടെ അടുത്ത് വന്നപ്പം, ബാലാജി എനിക്ക് തോന്നുന്നു ആർക്കും കൊടുക്കാത്തൊരു ദർശനം മഞ്ജരീസിലുള്ളവർക്ക് കിട്ടി. ഒരാളുടെ കണ്ണ് പോലും നിറയാതെ ഞാൻ കണ്ടില്ല. മഞ്ജരീസിൽ നമ്മൾ കൊണ്ടുപോയ എല്ലാവരും ബാലാജിയെ കണ്ടിട്ട് വാവിട്ട് അവർ കരയായിരുന്നു. എനിക്കത്, എൻ്റെ ഹൃദയം അങ്ങ് നിറഞ്ഞുപോയി. അങ്ങ് ഇത്രയും കാരുണ്യവാനായി ഞങ്ങൾക്ക് ദർശനം നൽകിയല്ലോ ശ്രീനിവാസ പെരുമാളേ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് വാവിട്ട് കരഞ്ഞ് എല്ലാവർക്കും എന്താ പറയുക ഫ്രീ ലഡു കൊടുത്തു. ഓക്കെ അഭിരാജ് അങ്ങനെ പഠിക്കും മോനെ കേട്ടോ. ലഡു വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാവർക്കും സെപ്പറേറ്റ് ലഡു വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് മെമ്പേഴ്സ് ലഡു എല്ലാം കളക്ട് ചെയ്ത് അതിനുള്ള ക്യാരി ബാഗ് കളക്ട് ചെയ്ത്, കാരണം എല്ലാവരും ടയേർഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുക്കണം. 4 പേര് കൂടുന്ന ഗ്രൂപ്പിൽ നിന്ന് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത്. അങ്ങനെ നമ്മുടെ അഡ്മിൻസൊക്കെ വളരെ കോപ്പറേഷൻ ആയിരുന്നു. അഡ്മിൻസ് മനോജേട്ടൻ എടുത്തു പറയണമായിരുന്നു. അങ്ങനെ നമ്മൾ ലഡു ഒക്കെ വാങ്ങി കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് വീണ്ടും ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡിന്നറും ജ്യൂസും എല്ലാം കഴിച്ച് സ്വസ്ഥമായി റൂമിലെത്തി. അവർ സുഖമായി കിടന്നുറങ്ങി. വെളുപ്പിനെ 3:30 മണിയായപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായി താഴെ വന്നു. ഞങ്ങൾ അവരെ നേരെ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട്. അവിടെ ട്രെയിനിൻ്റെ ചെറിയൊരു ഡിലേ കാരണം പ്ലാറ്റ്ഫോം നമ്പർ അനൗൺസ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. അതിലവരൊന്ന് ടെൻഷനായിട്ടുണ്ടായിരുന്നു. അതർവൈസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല. രാജു ചേട്ടൻ, എല്ലാവരും, ജയപ്രകാശ് ചേട്ടൻ, നമ്മുടെ ശ്രുതി മാതാജിയുടെ അച്ഛൻ, പിന്നെ നമ്മുടെ രജികുമാർ ഏട്ടൻ, കൃഷ്ണകുമാരി മാതാജിയുടെ ഹസ്ബൻഡ്, അങ്ങനെ കുറേ പേര്, നല്ല മെയിൽ സപ്പോർട്ടായിരുന്നു നമുക്ക്. അങ്ങനെ എല്ലാവരും, പിന്നെ ജയാമ്മയുടെ ഹസ്ബൻഡ് തീരെ വയ്യാത്ത ഒരാളാണ്, പക്ഷെ നമുക്ക് ഒരു പ്രയാസവും ആ മനുഷ്യനെ കൊണ്ടുണ്ടായില്ല.
ഞാൻ ആകെ ഒരു ടെൻഷനിലായിരുന്നു അദ്ദേഹം എത്രത്തോളം യാത്രയെ എന്താ പറയുക സേഫായി വരും എന്നുള്ളത്. പക്ഷെ അതൊന്നും ഒരു പ്രയാസം നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ടുണ്ടായില്ല. അങ്ങനെ ട്രെയിൻ കയറി പോകുമ്പം എല്ലാവരുടെ കണ്ണുകളിലും ഒരു തുള്ളി കണ്ണുനീര് ബാക്കിയാക്കിയിട്ടാണ് പോയത്. എല്ലാവരുടെ ഉള്ളിലും മാതാജി നമുക്ക് സമയം കുറഞ്ഞു പോയോ എന്നൊരു ചോദ്യം എല്ലാവരിലും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതൊരു സങ്കടം തന്നെയായിരുന്നു, നമുക്ക് സമയം മതിയായില്ല അല്ലേ എന്നുള്ളത്. അതെനിക്കും തോന്നി. കാരണം ഒരു ദിവസം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവരെ കാണിപ്പാക്കം വിനായക ക്ഷേത്രത്തിലും വേറെയും 2 ടെമ്പിൾസ് ഉണ്ട് അവിടെയും ഒപ്പം കാളഹസ്തിയിലും കൂടെ കൂട്ടിയിട്ട് പോകാമായിരുന്നു എന്നെനിക്ക് തോന്നി. പക്ഷെ അത് സാരമില്ല. നെക്സ്റ്റ് നമ്മുടെ തിരുപ്പതി യാത്ര വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഈ വീക്കിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഓഗസ്റ്റിലുള്ള യാത്രയിൽ പങ്കെടുക്കാൻ പറ്റൂ. കാരണം നമുക്ക് ദർശൻ ടോക്കൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അപ്പോൾ റൂമിൻ്റെ റെൻറ്റും ട്രാവലറിൻ്റെ റെൻറ്റും ഒക്കെ അതാത് ദിവസം തന്നെ എല്ലാവരുടെ അടുത്തും കളക്ട് ചെയ്ത് റിസപ്ഷനിൽ കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. 5 ക്ഷേത്രങ്ങളും അതുപോലെ ബാലാജി ക്ഷേത്രം എല്ലാം വിസിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മുടെ ആ എന്താ പറയുക തിരുപ്പതി ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, അവരുടെ അനുഭവങ്ങളൊക്കെ ഇട്ടു. ഞാനത് നമ്മുടെ ഗ്രൂപ്പുകളിൽ കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആർഭാടവും ഇല്ലാതെ, ഒരു ഞാനോ വലുത് നീയോ വലുത് എന്നുള്ള അഹങ്കാരമില്ലാതെ, യാതൊരുവിധ പരാതികളും ഇല്ലാതെ കളിച്ചും ചിരിച്ചും, എനിക്ക് തോന്നുന്നു അവരൊക്കെ വീട് തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു 1-2 ദിവസം മറന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ എവിടെയും അവരെ നടത്തിയിട്ടില്ല. എനിക്കിഷ്ടമല്ല നടത്തുന്നത്. കാരണം എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന എനിക്കറിയാം. അപ്പോൾ എനിക്കൊപ്പം വരുന്നവരെ ഞാൻ കിലോമീറ്ററുകളോളം നടത്താൻ എനിക്കിഷ്ടമേ അല്ല. എനിക്ക് ഉച്ചയ്ക്ക് ഒരു 12:30-1 മണി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് വിശപ്പില്ലെങ്കിലും ഞാൻ അവരോട് പറയും, എനിക്ക് വിശന്നിട്ട് വയ്യ, നമുക്ക് ഇപ്പോൾ കഴിക്കണം എന്ന് പറയും. കാരണം പലരും കുഴപ്പമില്ല മാതാജി പറയുമ്പോൾ കഴിക്കുക എന്ന മൈൻഡിലിരിക്കും. പക്ഷേ ഞാൻ അവരുടെ വിശപ്പ് കാണണം. അപ്പം ഞാൻ പറയും, എനിക്ക് വിശന്നിട്ട് വയ്യേ എന്ന് പറയും. ഒരു 3:30-4 മണിയാകുമ്പോൾ എനിക്ക് ആർക്കെങ്കിലും ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ? മാതാജി എനിക്ക് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അവർ കുടിക്കട്ടെന്നേ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആകുമ്പോൾ ഉറങ്ങിണീറ്റ് അമ്പലത്തിൽ പോയി വന്നപ്പോൾ ആർക്കെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലും ആവശ്യം തോന്നുന്നുണ്ട്? ഉണ്ട് മാതാജി, എങ്ങനെ പറയുന്നു ഓർത്തിരിക്കുകയായിരുന്നു. സാറല്ലേ ചായ കുടിക്ക് വരൂ എന്ന് പറഞ്ഞ് അവരൊക്കെ ചായയും കാപ്പിയും ഒക്കെ അത് അവർ പയ്യെ നിർത്തിക്കോളും. അവരെ ഞാൻ കമ്പൽ ചെയ്യുന്നില്ല, പയ്യെ അവർ നിർത്തും. അവർ ഇത്രത്തോളം എത്തിയില്ല. അവർ ബാലാജിയുടെ ദർശനം ലഭിക്കാൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹം ദർശനം കൊടുക്കാൻ സെലക്ട് ചെയ്തവരാണ് അവർ. അപ്പം അവരുടെ ആ കുറവുകളെല്ലാം പോകെ അവരത് സ്റ്റോപ്പാവും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ എത്തിച്ചേർന്നു. വളരെ സന്തോഷവും സമാധാനവും ആയിരുന്നു. ഞാനും ഒരു 4:30 മണിയൊക്കെ ആയപ്പോഴേക്കും ചെന്നൈയിലെത്തി. ഞാൻ റിലാക്സ്ഡ് ആയിരുന്നു. എനിക്ക് അവർ ഫ്രീ ആയിരിക്കണം. നമ്മുടെ അടുത്ത വൃന്ദാവൻ യാത്രയും ഈ മാസങ്ങളിൽ ടിക്കറ്റ് ബുക്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മാസങ്ങളിൽ ഇപ്പോൾ അനൗൺസ് ചെയ്യും ഡേറ്റ്. അതിൽ 51 പേര് പോകാനാണ് താല്പര്യം. ഇപ്പോൾ ഒരു 38 പേരായിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഒരു ബോഗിയിൽ കിട്ടണം, അത് വളരെ നിർബന്ധമാണ്. പല ബോഗിയിലായാൽ എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നത് കൊണ്ട് എല്ലാവരും ഒരു ബോഗിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ബോഗിയിൽ കിട്ടുന്ന 51 ബെർത്തിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ഇപ്പോഴേ റെഡിയായി. അവിടെ പോയാലും ഞാൻ എന്താ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിലൊരു 3-4 ടെമ്പിൾസ് അത്രയേ കൂട്ടിയിട്ട് പോകും. അതിൽ കൂടുതൽ ഞാൻ കൊണ്ടുപോകില്ല. കാരണം ആരും ക്ഷീണിതരാവരുത്, ഒട്ടും ക്ഷീണിക്കരുത്. നമ്മൾ മാക്സിമം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് ദൂരം, ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നടക്കാം. അങ്ങോട്ടാണെങ്കിൽ നമുക്ക് ടം വണ്ടിയൊക്കെ യൂസ് ചെയ്യാം. വെയിലൊന്നും കൂടുതൽ കൊള്ളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ എല്ലാ ടെമ്പിൾസും വിസിറ്റ് ചെയ്ത് പയ്യെ പോയി എല്ലാം കണ്ട് സ്വസ്ഥമായിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ എല്ലാ യാത്രയും അങ്ങനെയാണ്. അപ്പോൾ ഇത് വൃന്ദാവൻ പോകുന്നതിനേക്കാളും മുന്നേ തന്നെ ഞാൻ ഓഗസ്റ്റിൽ നമുക്ക് 51 പേരുടെ ഇതുണ്ട്, തിരുപ്പതി യാത്രയുണ്ട്. അപ്പം 51 പേരിൽ ഇപ്പോൾ എത്ര പേരായി? ദിവ്യ എത്ര പേരായി ഇപ്പം തിരുപ്പതി യാത്രയ്ക്ക്? നെക്സ്റ്റ് യാത്രയിൽ തിരുപ്പതിക്ക് 14 പേരായിട്ടുണ്ട്. മാക്സിമം 51 പേരാണ് നമ്മൾ കൗണ്ട് എടുക്കുന്നത്. 14 അല്ല, 14, 15, 16, 17, 18, 19, 20 പേരായിട്ടുണ്ട്. അപ്പം ബാക്കി 31 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പതി യാത്ര ക്ലോസ് ചെയ്യും. അത് കാരണം ഈ വീക്കിൽ തന്നെ ആരാണോ തിരുപ്പതിയിലേക്ക് ബുക്ക് ചെയ്യുന്നത് അവർക്കായിരിക്കും അതിൻ്റെ സ്ലോട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ വട്ടം തിരുപ്പതിയിൽ പോകുമ്പോൾ നമ്മൾ തിരുപ്പതി അടക്കം 10 ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട 10 ക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കപില തീർത്ഥത്തിൽ കുളിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട്
എത്രയും പെട്ടെന്ന് തിരുപ്പതി യാത്ര ഓഗസ്റ്റിലുള്ളവർ വരിക. നമ്മളൊരിക്കലും ഒരു പാക്കേജായിട്ട് ഞാൻ കൊണ്ടുപോകില്ല, എനിക്കത് ഇഷ്ടമില്ല. അങ്ങനെ കൊണ്ടുപോകുന്നൊരു പൈസ നമുക്ക് ആവശ്യമില്ല. തിരുപ്പതി പോകാൻ 10,000 രൂപ, 15,000 രൂപ, 30,000 രൂപ അങ്ങനെ നമുക്ക് വേണ്ട. നമുക്ക് എന്താ പറയുക, ഒരു അവനവൻ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ ടോക്കണും ട്രെയിൻ ടിക്കറ്റും പിന്നെ അവിടുത്തെ റൂം റെൻറ്റ് പിന്നെ ട്രാവലിംഗ് അത് നമ്മളിങ്ങനെ ഓരോരുത്തരുടെ നിന്ന് കളക്ട് ചെയ്ത് അതത് സ്ഥലങ്ങളിൽ കൊടുക്കും. അല്ലാതെ നമ്മൾക്കൊരു പാക്കേജ് യാത്രകളൊന്നുമില്ല. പാക്കേജ് യാത്രകൾ മഞ്ചരീസിനില്ല. കാളഹസ്തിയും ഉണ്ട്. കാളഹസ്തി അടക്കം നമ്മൾ ഈ പ്രാവശ്യം 10 ടെമ്പിൾസാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഇപ്പോൾ വരും. അപ്പം അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നാളെ നമ്മുടെ പ്രധാനപ്പെട്ട ഏകാദശിയാണ്, പാണ്ഡവ നിർജ്ജല ഏകാദശിയാണ് നാളെ. അപ്പം എന്താണ് പാണ്ഡവ നിർജ്ജല ഏകാദശി? അപ്പം എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഏകാദശി എടുക്കാൻ വേണ്ടിയിട്ട്. മെസ്സേജ് കിട്ടോ മാതാജി മഞ്ചരീസിലേക്ക് കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഓഡിയോ ഇട്ടുതരാം. അപ്പോൾ ഈ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ എല്ലാവർക്കും എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ചിലർക്ക് ഒട്ടും പറ്റില്ല, ആഗ്രഹം മാത്രമായിട്ട് ഇങ്ങനെ കിടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും ചെയ്യേണ്ട. 24 ഏകാദശികൾ എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു ഏകാദശി കൊണ്ട് 24 ഏകാദശിയുടെ അനുഗ്രഹവും ലഭിക്കുമെങ്കിൽ നമുക്കത് തന്നെയാണ് ഏറ്റവും ശ്രേയസ്കരം അല്ലേ. അപ്പോൾ ആ ഒരു ഏകാദശിയാണ് ഈ പാണ്ഡവ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അത് നാളെയാണ് പാണ്ഡവ നിർജ്ജല ഏകാദശി. പിന്നെ നമ്മുടെ മലയാളം കലണ്ടറിൽ കൊടുക്കുന്ന ഏകാദശി എല്ലാം നമ്മൾ നോക്കാറ്, നമ്മൾ വൈഷ്ണവ ഏകാദശിയാണ് നോക്കാറ്. പിന്നെ തിരുപ്പതിയിൽ പോയപ്പോൾ നമ്മൾ ഇസ്കോൺ തിരുപ്പതി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അവിടുന്ന് പ്രസാദമൊക്കെ കഴിച്ചു നമ്മൾ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞാൻ ഇത്രയും പീസ്ഫുള്ളായിട്ട് പോയിട്ട് വരുന്ന ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. വളരെ സമാധാനമായിട്ട് പോയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ പാണ്ഡവ നിർജ്ജല ഏകാദശി എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. ഒരിക്കലും നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഇളയ സഹോദരനാണ് ആര്? ഭീമസേനൻ. ധർമ്മപുത്രൻ എന്നൊരു പേരും കൂടെ യുധിഷ്ഠിര മഹാരാജാവിനുണ്ട്. നമ്മളത് ഇതിൽ പഠിച്ചിട്ടുണ്ട്. എന്തിലാണ്? നമ്മുടെ മഹാഭാരതത്തിൽ ധർമ്മപുത്രരുടെ ധർമ്മപുത്രർക്ക് യുധിഷ്ഠിര മഹാരാജാവിന് ധർമ്മപുത്രൻ എന്നൊരു പേരും കൂടി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ധർമ്മപുത്രൻ്റെ സഹോദരനാണ് ആര്? നമ്മുടെ ഭീമസേനൻ. അങ്ങനെ ഭീമസേനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഉറങ്ങാനും കഴിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, എക്സ്പെഷ്യലി ഭക്ഷണത്തിനോട്. അപ്പം ഭീമസേനൻ എന്ത് ചെയ്തു? പാണ്ഡവരുടെ പിതാമഹനായിരിക്കുന്ന ശ്രീല വ്യാസദേവനോട് ചോദിച്ചു. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളൊക്കെ നമുക്കുണ്ടല്ലേ. അപ്പം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ ആത്മീയ ലോകത്തിലേക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ, ഒരു ചോദ്യമാണ്. ഭയങ്കര റൂൾസും റെഗുലേഷൻസും ഒക്കെ നമുക്കിങ്ങനെ കൃത്യമായി പാലിക്കാൻ പറ്റുന്നില്ല. അപ്പം അതൊന്നും എല്ലാം കൃത്യമായി പാലിക്കാതെ നമുക്ക് അങ്ങോട്ടേക്ക് രണ്ടാമൂഴം. അപ്പം കൃത്യമായി പാലിക്കാതെ നമുക്ക് എങ്ങനെ ആത്മീയ ലോകത്തിലേക്ക് പോകാം എന്ന് ചോദിച്ചു. അപ്പം ചോദിച്ചപ്പം ഭീമസേനൻ പറഞ്ഞു, അല്ല നമ്മുടെ വ്യാസദേവർ പറഞ്ഞു, അതിനൊരു വഴിയുണ്ട്, ഏകാദശി വ്രതം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ ചോദിക്കാണ്, അല്ലയോ ബുദ്ധിമാനായിരിക്കുന്ന പണ്ഡിതനായിരിക്കുന്ന മുത്തച്ഛ, എൻ്റെ സഹോദരൻ യുധിഷ്ഠിരൻ, എൻ്റെ പ്രിയപ്പെട്ട അമ്മയായ കുന്തി, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ദ്രൗപദി, എൻ്റെ സഹോദരന്മാരായിരിക്കുന്ന അർജുനൻ, നകുലൻ, സഹദേവൻ എല്ലാവരും എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നു. അവരെപ്പോഴും എല്ലാ നിയമങ്ങളിലും പാലിച്ചുകൊണ്ട് അവർ ഏകാദശി വ്രതം എടുക്കുന്നു. എന്താ പറയുക, അങ്ങനെ ഒരു നമ്മുടെ മതവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് അവരെപ്പോഴും എന്നോട് പറയും, ഭീമ നീ ഇങ്ങനെ നടക്കരുത്, നീ ഏകാദശി വ്രതം എടുക്ക്, നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിച്ച് വഴക്ക് പറയും. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ വയറ്റിലുള്ള ആ ഒരു ആളലാണ്, ഭയങ്കര ഒരു അഗ്നിയാണ് എൻ്റെ വയറ്റിൽ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഉപവാസം ഇല്ലാണ്ട് എന്തെങ്കിലും വഴിയിൽ ഇതിൻ്റെ ഫലം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീല വ്യാസദേവർ പറഞ്ഞു, സ്വർഗീയ ഗ്രഹങ്ങളിൽ പോകാനും നരകഗ്രഹങ്ങളിൽ നിന്നൊക്കെ പോകാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകാദശി വ്രതം എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമസേനൻ പറയാണ്, അയ്യോ എന്താ പറയുക മുത്തച്ഛ, ഞാൻ പറയണത് ഒന്ന് കേൾക്കും മുത്തച്ഛ. എന്താ പറയുക, ഒരിക്കലും മാത്രം ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ മുത്തച്ഛ ഞാൻ പൂർണ്ണമായി ഉപവസിക്കുക?
എൻ്റെ വയറ്റിൽ കത്തുന്ന തീയുടെ ഒരു കഷ്ടപ്പാട് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊരു പ്രത്യേക തീയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തീയുടെ പേര് പോലും വൃഗ എന്നാണ്. ഞാൻ എന്ത് ചെയ്യും? അഗ്നിദേവനായിരിക്കുന്ന അഗ്നി വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവിലൂടെ, ബ്രഹ്മാവിൽ നിന്ന് അങ്കിരസിലൂടെ, അങ്കിരസിൽ നിന്ന് ബൃഹസ്പതിയിൽ നിന്ന് അഗ്നിയുടെ പിതാവായിരിക്കുന്ന സംയുവിലേക്കാണ് അവതരിക്കുന്നത്. എങ്ങനെ? അഗ്നിദേവനായിരിക്കുന്ന അഗ്നി ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിലൂടെ, അതായത് വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവിലേക്ക്, ബ്രഹ്മാവിൽ നിന്ന് അങ്കിരസിലേക്ക്, അങ്കിരസിൽ നിന്നോ ബൃഹസ്പതിയിലേക്ക്, ബൃഹസ്പതിയിൽ നിന്ന് അഗ്നിയുടെ അച്ഛനായിരിക്കുന്ന സംയുവിലേക്കാണ് ഈ അഗ്നി അവതരിക്കുന്നത്. തെക്ക് കിഴക്ക് ദിശയായിരിക്കുന്ന നായരിട്ടിയുടെ ചുമതലയുള്ള ദ്വാരപാലകലാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. 8 ഭൗതിക ഘടകങ്ങളിൽ, ഭൗതികമായിരിക്കുന്ന നമ്മൾ പഞ്ചാഗ്നി അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ പറയാറില്ല, അതുപോലെ 8 ഘടകങ്ങളായിരിക്കുന്ന ഭൗതിക ഘടകങ്ങളിൽ ഒന്നാണ് ഈ അഗ്നി എന്ന് പറയുന്നത്. പരീക്ഷിത്ത് മഹാരാജാവ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ ഒരിക്കൽ പ്രാവായി മാറിയ നമ്മുടെ ശിബി മഹാരാജാവിനെ പരിശോധിച്ച സംഭവമൊക്കെ നമ്മുടെ ശ്രീല പ്രഭുപാജി ഇതിൽ പറയുന്നുണ്ട്. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അഗ്നിയെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാ അത്? ധാവാഗ്നി, അതുപോലെ വിറകിലാഗ്നി, ജാതരാഗ്നി. ആമാശയത്തിലെ ദഹനത്തിലെ അഗ്നി, അത് ചൂടുള്ളതും തണുത്തതുമായിരിക്കുന്ന അരുവികൾ, അതായത് നല്ല ചൂടും തണുപ്പും കൂടിയുള്ള വെള്ളം കൂടിക്കലഞ്ഞാൽ എന്താ ഉണ്ടാവുക? മൂടൽമഞ്ഞ് വരും. അപ്പം അതേപോലെയുള്ള അഗ്നി. അതുപോലെ ഉദാഹരണത്തിന് സമുദ്രം. പിന്നെ ദഹനത്തിന്റെ അഗ്നി, അതിന്റെ വേറൊരു പേരാണ് വൃഗ എന്ന് പറയുന്നത്. ഭീമസേനന്റെ വയറ്റിൽ കുടികൊള്ളുന്നത് ഈ വൃഗ എന്ന് പറയുന്ന അഗ്നിയാണ്. മഹാമുനി, ഇങ്ങനെയെല്ലാം അഗ്നി പലവിധത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ഈ വ്രതം എടുക്കുന്നത്? എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ വ്രതത്തിന്, ഞാൻ എടുക്കുന്ന വ്രതത്തിന് യോഗ്യമായിരിക്കുന്ന ഏകാദശിയുള്ള അങ്ങനെയുള്ള ഒരു ഏകാദശി, അതിനെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ്. ആ വ്രതം ഞാൻ ഉറപ്പായിട്ട് ആചരിക്കും, കൃത്യമായിട്ട് ഞാൻ പാലിക്കും. എനിക്കാണെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടും പ്രവർത്തനപരമായിട്ടും ഒക്കെ ചില ആളുകളൊക്കെ കൃത്യമായിട്ട് പോകും. പക്ഷെ ഒരു 3/4 ആളുകൾക്കും അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പാലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ ചെലവ് കൂടാതെ എന്താ പറയുക, വലിയ നേട്ടം കിട്ടുന്ന രീതിയിൽ സന്തോഷം എങ്ങനെ ലഭിക്കും, ചെറിയ ചെലവിൽ വലിയ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എങ്ങനെ കിട്ടും, അത് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. 2 ആഴ്ചത്തെ ഏകാദശികളിൽ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. ആ മാസത്തിൽ 2 ഏകാദശി വരില്ല, അപ്പം അതിൽ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത സാരമാണ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ്. അപ്പം ആ ഭാഗവതത്തിൻ്റെ സന്ദേശങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് കീഴടങ്ങണം എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു തരത്തിലും ഭക്ഷണം ഒഴിവാക്കി പറ്റൂല എന്നെക്കൊണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീല വ്യാസദേവൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭീമ. അതുകൊണ്ട് ഏകാദശി വ്രതം നീ അനുഷ്ഠിച്ചാൽ നിനക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരൂല. ഇത് കേട്ടപ്പം വായുപുത്രനായിരിക്കുന്ന ഭീമൻ അങ്ങ് പേടിച്ചു. അയ്യോ, ഞാൻ നരകത്തിലേക്ക് പോവോ മുത്തച്ഛ, എനിക്ക് പേടിയാവുന്നു. ആ ഭയം കൊണ്ട്, ഭീമസേനന്റെ ആ ഭയം കൊണ്ട് എന്താ പറയുക, ആൽമരത്തിലെ ഇലകൾ പോലും ആടാൻ തുടങ്ങി, പേടിച്ചു വിറച്ചിട്ട്. അങ്ങനെ ഇരിക്കെ പേടിച്ച ഭീമൻ പറയാണ്, അയ്യോ മുത്തച്ഛ, ഞാൻ എന്ത് ചെയ്യണം മുത്തച്ഛ? ആ വർഷം മുഴുവൻ 2 പ്രാവശ്യം, അവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടോ? പിന്നെ കിച്ചണിൻ്റെ ലൈറ്റ് ഉണ്ട്, ഓഫ് ചെയ്തോളാം. അയ്യോ മുത്തച്ഛ, ഞാൻ എന്ത് ചെയ്യണം? വർഷം മുഴുവൻ മാസത്തിൽ 2 തവണ ഉപവസിക്കാമെന്ന് പറഞ്ഞാൽ നടക്കൂല, അതിനുള്ള ശക്തി എനിക്കില്ല. എനിക്ക് വലിയ നേട്ടം നൽകുന്ന എന്തെങ്കിലും ഒരു വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞതാ മുത്തച്ഛ എന്ന് പറഞ്ഞു. ജ്യേഷ്ഠമാസത്തിലെ, അതായത് ഈ മാസം മെയ് ജൂൺ, സൂര്യൻ വൃഷഭം, മിഥുനം എന്നീ രാശികളിൽ സഞ്ചരിക്കുന്ന പ്രകാശ 2 ആഴ്ചയിൽ വരുന്ന ഏകാദശിയിൽ, അതായത് ഈ നാളെ വരുന്ന ഏകാദശി, സൂര്യൻ സഞ്ചരിക്കുന്ന ദിശയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം ആ ഏകാദശിയിൽ വെള്ളം പോലും കുടിക്കാതെ നിങ്ങൾ ഉപവസിക്കണം. വിദ്യാസമ്പന്നരായിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ദിവസം ഒരാൾക്ക്
പ്രതിപോക്ഷേണ ശുദ്ധീകരണത്തിനായി കുളിക്കുകയും ആചമനം ചെയ്യുകയും ചെയ്യാൻ പറ്റും. എന്നാൽ ഒരാൾക്ക് ഒരു തുള്ളി സ്വർണത്തിന് തുല്യമായ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതായത് തീരെ പറ്റുന്നില്ല, അങ്ങ് തളർന്നു പോകുന്നതാണെങ്കിൽ ഒരു തുള്ളി സ്വർണം എത്ര ഉണ്ടാവും അത്രയൊന്ന് നാവ് നനയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കടുകുമണി അളവിൽ. അപ്പോൾ കടുകുമണി എടുത്തിട്ട് മുക്കി വെക്കണം. എന്നിട്ട് ആ കടുകുമണിയിൽ നിന്ന് വരുന്ന ഡോട്ട് വെള്ളം അത്രേ കുടിക്കാൻ പറ്റും. കാരണം അത്രയും നിർജ്ജലമായിരിക്കുന്ന ഒരു കഠിനമായിരിക്കുന്ന ഒരു ഏകാദശിയാണ് നാളത്തെ പാണ്ഡവ ഏകാദശി. ഇതിൽ കൂടുതൽ ഒരാൾ ആ ഏകാദശി എടുത്തിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താ പറയാ, ആ ഏകാദശി ബ്രേക്കപ്പ് ആയി പോകും, കാര്യമില്ല അത് എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ഏകാദശിയിൽ വെള്ളവും കുടിക്കരുത്, ഒന്നും കഴിക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ കഠിന വ്രതം ഏകാദശി ദിവസത്തിലെ സൂര്യോദയം മുതൽ ദ്വാദശി ദിനത്തിലെ സൂര്യോദയം വരെ കർശനമായിട്ടെടുത്ത വർഷം മുഴുവനും 24 ഏകാദശി എടുക്കുന്നതിൻ്റെ ഗുണം ലഭിക്കും. വർഷം മുഴുവനുള്ള 24 ഏകാദശി എടുക്കുന്നതിൻ്റെ ഗുണം നാളത്തെ ഒരു ഏകാദശി ആചരിച്ചാൽ നമുക്ക് കിട്ടും. അങ്ങനെ ദ്വാദശി ദിനത്തിൽ ഭക്തരെന്താ ചെയ്യുന്നത്? രാവിലെ എണീറ്റ് കുളിച്ച് നിയമങ്ങളെല്ലാം പാലിച്ച്, അതായത് ജപം, കാര്യങ്ങൾ, പൂജ, നിവേദ്യം അതൊക്കെ പാലിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ദാനധർമാദികളെല്ലാം ചെയ്ത് ബ്രാഹ്മണർക്കെല്ലാം പ്രസാദമെല്ലാം കൊടുത്ത് അവരെല്ലാം നമസ്കരിച്ച് വസ്ത്രദാനങ്ങളെല്ലാം ചെയ്ത് നാളെ നമ്മൾ വസ്ത്രദാനം ചെയ്യുന്നുണ്ട്. 51 വസ്ത്രം നമ്മൾ ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രത്യേക ഏകാദശിയിൽ ഉപവസിക്കുന്ന ഒരാൾക്ക് വർഷത്തിലെ എല്ലാ ഏകാദശിയും ഉപവസിച്ചതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അല്ലയോ ഭീമ, ഈ ഏകാദശിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ശംഖ്, ഗദ, താമര ഇതെല്ലാം കൈവശമുള്ള നമ്മുടെ കേശവൻ ഭഗവാൻ വ്യക്തിപരമായി പറഞ്ഞ കാര്യമാണിത്. എല്ലാവരും ഭഗവാനെ അഭയം പ്രാപിക്കണം, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഈ ഒരു ഏകാദശിയിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്നത് ആരായാലും അവർ എല്ലാ പാപങ്ങളിൽ നിന്നും അവർ മുക്തരാകും. ജ്യേഷ്ഠ ശുക്ല ഏകാദശിയിലെ കഠിനമായിരിക്കുന്ന ഈ നിർജ്ജല ഏകാദശി ആചരിക്കുന്നവർക്ക് മറ്റെല്ലാ ഏകാദശി വ്രതങ്ങളും ആചരിക്കുന്നതിൻ്റെ ഫലം ലഭിക്കുന്ന വ്യാസദേവനോട് ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലയോ ഭീമസേന, കലിയുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലഹം, വഴക്കിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ഒരു യുഗമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. വേദങ്ങളിലെ എല്ലാ തത്വങ്ങളും നശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ വൈദിക തത്വങ്ങളും ആചരണങ്ങളും ഒന്നും ശരിയായ ദാനവും ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മായ പിടിപെടും. എല്ലാവരും ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ടും ജോലിയില്ലാത്ത അവസ്ഥ കൊണ്ടും പല പല പ്രയാസങ്ങൾ കൊണ്ടും പല പല ദുരിതങ്ങൾ അനുഭവപ്പെടും, അല്ലേ? അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതേ ദുരിതങ്ങളിൽ നിന്ന് അപ്പോൾ അതൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവാനുള്ള ഒരു അവസരമാണ് ഞാൻ ഈ നൽകുന്നത്. ആ അവസരം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനാണ് ഭഗവാൻ പറയുന്നത്. വായുപുത്ര, ഞാൻ നിന്നോട് കൂടുതൽ എന്താ പറയേണ്ടത്? വ്യാസദേവൻ ചോദിക്കുകയാണ്. ഇരുട്ടും വെളിച്ചമുള്ള 2 ആഴ്ചകളിൽ ഉണ്ടാകുന്ന ആ ഒരു ഏകാദശി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ശുഭകാര്യങ്ങളിൽ ജലപാനം പോലും ഉപേക്ഷിക്കണം. മനസ്സിലായില്ലേ? ജ്യേഷ്ഠ ശുക്ല ഏകാദശിയിലെ ഏകാദശി ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ വൃഗോദര, അതായത് ആരെയാ വിളിക്കുന്നത്? നമ്മുടെ ഭീമസേനനെ. ഈ ഏകാദശിയിൽ സന്തോഷത്തോടു കൂടി ആരാണോ വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്കെല്ലാ തീർത്ഥാടന സ്ഥലങ്ങളിലും സ്നാനം ചെയ്യാനും യോഗ്യരായ ആളുകൾക്ക് എല്ലാ ദാനങ്ങൾ നൽകാനും എല്ലാ അന്ധകാരവും വെളിച്ചമുള്ളതുമായ ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കാനും എല്ലാത്തിനുള്ള അനുഗ്രഹം ലഭിക്കും. വർഷം മുഴുവൻ അവർ ഏകാദശി എടുത്തതിൻ്റെ അനുഗ്രഹമാണ് നാളത്തെ ദാനധർമാദികൾ വഴി ലഭിക്കുന്നത്. നാളെ നമ്മൾ 51 വസ്ത്രമാണ് ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മഞ്ജരീസിലൂടെ ബുക്ക് ചെയ്യാം. പക്ഷേ എത്ര ബുക്ക് ചെയ്താലും ബുക്ക് ചെയ്യുന്ന ആളുടെ പേരിൽ ഒരു വസ്ത്രം നമ്മൾ ദാനം കൊടുക്കും. ഒരു വസ്ത്രം കൊടുത്തിരിക്കും. ബാലൻസ് വസ്ത്രങ്ങൾ മറ്റുള്ള ദിവസങ്ങളിൽ കൊടുക്കും. പക്ഷെ നാളത്തെ ദിവസം നമ്മൾ ഒരു വസ്ത്രദാനമെങ്കിലും
കൃത്യമായി ചെയ്യാൻ സാധിച്ചാൽ അതിൽ പരം ഒന്നുമില്ല. ഇപ്പോഴും നമ്മൾ ഫുഡാണ് കൊടുക്കുന്നത്, പക്ഷെ നാളത്തെ ദിവസം നമ്മൾ എന്താ പറയുക, നാളത്തെ ദിവസത്തിലെ ദാനത്തിൽ അത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ അത് ചെയ്യണം. കുറച്ച് പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മഞ്ജരീസിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഈ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്നത് ആരായാലും ശരി, ദാനധർമാദികൾ നൽകിക്കൊണ്ട് വ്രതമനുഷ്ഠിച്ചാൽ സമ്പത്തും ധാർമ്മികതയും ആരോഗ്യവും എല്ലാം വരുന്നുണ്ട്. അതുപോലെ മരണസമയത്ത് മഞ്ഞയും കറുപ്പും നിറമുള്ള ഭീമാകാരമായ ഗദകൾ വീശി ഇരകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്താ പറയുക, ഇരകളെയെല്ലാം, അതായത് നമ്മുടെ ഈ യമദൂതന്മാരെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഗദ വീശിക്കൊണ്ട് എന്താ പറയുക നമ്മളുടെ അടുത്തേക്ക് ഭഗവാൻ ഓടിയെടുക്കും. എല്ലാ ഈ പറയുന്ന യമദൂതന്മാരെയും ഓടിച്ചു വിടും. അങ്ങനെ എല്ലാ യമദൂതന്മാരും ഓടിപ്പോയി കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കുന്ന മഞ്ഞ നിറത്തിലിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന വിഷ്ണു ഭഗവാനോട് സാദൃശ്യമുള്ള 4 കൈകളിൽ ശംഖുചക്ര ഗദാ പത്മത്തോടു കൂടിയിരിക്കുന്ന വിഷ്ണുദൂതന്മാരെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ആ ഒരു പരമമായിരിക്കുന്ന വാസസ്ഥലം നമുക്ക് ലഭിക്കും. ജലത്തിൽ നിന്ന് പോലും വളരെ ശ്രേഷ്ഠവും പ്രാധാന്യമുള്ള ഈ ഏകാദശിയിൽ വ്രതം അനുഷ്ഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ഒരു നേരത്തെ അരിയാഹാരം കഴിക്കും, ഇന്ന് രാത്രി ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചാൽ മതി. പിന്നെ സൂര്യോദയം മുതൽ ജലപാനം വേണ്ട. ജ്യേഷ്ഠ ശുക്ല ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ പാണ്ഡവരെന്ത് ചെയ്തു, അത് കൃത്യമായിട്ട് അങ്ങ് ആചരിക്കാൻ തീരുമാനിച്ചു. അവരുടെ പിതാമഹനായിരിക്കുന്ന ശ്രീല വ്യാസദേവൻ എന്ത് ചെയ്തു, അവരുടെ സഹോദരനായിരിക്കുന്ന ഭീമസേനോട് പറഞ്ഞു കൊടുത്തു, ഭീമസേന, അതുകൊണ്ട് ഈ ഏകാദശിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്. പാണ്ഡവ നിർജ്ജല ഏകാദശി എന്ന് മാത്രമല്ല, മഹാദ്വാദശി എന്നും ഈ ഏകാദശിയെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഭീമസേന, നിന്റെ മുൻകാലങ്ങളിൽ, അതായത് നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മുൻകാലങ്ങളിലെ പാപപ്രതികരണങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ഈ ഏകാദശി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭഗവാന്റെ പരമപുരുഷനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കണം. എല്ലാ ദേവന്മാരുടെയും ദേവന്മാരും പരമപുരുഷനുമായിരിക്കുന്ന ദേവനായിരിക്കുന്ന പരമപുരുഷനായിരിക്കുന്ന അങ്ങ് ഈ ഒരു ഏകാദശി എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണം. അനന്തദേവ, ഞാൻ അടുത്ത ദിവസം, ഏകാദശി കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ആ ഫാസ്റ്റിംഗ്, ആ ഏകാദശി പാരണം ഞാൻ വീടും. അതിനുശേഷം എൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ പരമമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന വിശ്വാസത്തോടെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കും. എൻ്റെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ സുമേരു പർവ്വതത്തോടോ മന്ദാചര പർവ്വതത്തോടോ എൻ്റെ പാപങ്ങളിൽ തുല്യമായ രീതിയിൽ അത്രയും വലിയ പാപങ്ങൾ ജന്മങ്ങൾ കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയിരിക്കുകയാണ്. ആ പാപങ്ങളെല്ലാം ചാരമായി മാറാൻ എനിക്ക് അനുഗ്രഹം നൽകണം ഭഗവാനെ. ഈ ഏകാദശിയുടെ മഹത്തായ ശക്തിയിലൂടെ ഞാൻ ഒരു പുനർജീവിതം എനിക്ക് ലഭിക്കണം. എൻ്റെ ഭർത്താവായാലും എൻ്റെ അമ്മയായാലും എൻ്റെ വീട്ടുകാരായാലും പലരും എന്നെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. ഞാൻ ഭഗവാനെ ആചരിക്കുമ്പോൾ എന്നെ അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് അവഹേളിക്കുന്നവരാണ്. അവർക്കുള്ളിലേക്ക് പോലും ഭക്തി നിറയാനാണ് ഞാൻ ഈ ഏകാദശി എടുക്കുന്നത്. എനിക്ക് ഏകാദശി എടുക്കാനും ഭഗവാനെ ആരാധിക്കാനുമുള്ള ശാന്തിയും സമാധാനവും എൻ്റെ ഗൃഹത്തിൽ നൽകണം. അതിനുവേണ്ടി എല്ലാം എടുക്കുന്ന ഈ മഹത്തായ ഏകാദശി എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണം. അതുകൊണ്ട് ഈ ഏകാദശിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് ഈ ഏകാദശിയിൽ ദാനം ചെയ്യണം. പശുക്കളെ ദാനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്, നമുക്ക് അത്രയും പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു വെള്ളം നിറച്ച പാത്രമെങ്കിലും, അതായത് ഒരു വെള്ളം ബോട്ടിലെങ്കിലും നമ്മൾ നൽകണം. ഒരു ദിവസം 10 ലക്ഷം പ്രാവശ്യം സ്വർണം നൽകിയതിന് തുല്യമാണ് ഒരു വസ്ത്രവും ഒരു വെള്ളവും നൽകിയാൽ. ഒരു ദിവസം 10 ലക്ഷം പ്രാവശ്യം സ്വർണം ദാനം ചെയ്തതിന് തുല്യമായിരിക്കും നാളെ ഒരു വസ്ത്രവും ഒരു ബോട്ടിൽ വെള്ളവും നമ്മൾ ദാനം നൽകി കഴിഞ്ഞാൽ. അല്ലയോ ഭീമ, ഈ ഏകാദശി ആചരിക്കുന്നവർ പുണ്യസ്നാനം ചെയ്യണമെന്നും യോഗ്യനായിരിക്കുന്ന വ്യക്തികൾക്ക്, യോഗ്യതയുള്ള വ്യക്തികൾക്ക് ദാനം ചെയ്യണമെന്നും പറയുന്നുണ്ട്. ജപമാലയിൽ ഭഗവാന്റെ വിശുദ്ധ നാമങ്ങൾ ജപിക്കണം. അതിനുള്ള രീതിയിൽ ഭഗവാനെ നമ്മൾ ആരാധിക്കണം. എന്താ പറയുക, എല്ലാ രീതിയിലും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണിത്. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും പുണ്യമായിരിക്കുന്ന ദിവസമാണിത്. ഓർക്കുക, ഏതെങ്കിലും ഏകാദശിയിൽ
ധാന്യം ഭക്ഷിക്കുന്നവൻ മഹാപാപത്താൽ മലിനമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഫലത്തിൽ അവൻ ഇതോടുകൂടി ഒരു നായയെ തിന്നുന്നവനായി മാറിക്കഴിഞ്ഞു. ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കുന്നവൻ ഒരു നായയെ തിന്നുന്ന നികൃഷ്ട ജന്മത്തെ പോലെ ആയിക്കഴിഞ്ഞു. പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഈ ദുരിതങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി നമ്മൾ പാണ്ഡവ നിർജ്ജല ഏകാദശി നാളെ എടുക്കണം. ദാനധർമ്മങ്ങളിൽ എന്തെങ്കിലും നൽകുകയും ചെയ്യുന്നവൻ തീർച്ചയായും ആവർത്തിച്ച് വരുന്ന ജനന മരണ ആ ഒരു ചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല, പരമമായിരിക്കുന്ന വാസസ്ഥലം ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുപോലെ ഏകാദശി വ്രതം ആചരിക്കുന്ന വ്യക്തിക്ക് ഒരു ബ്രാഹ്മണനെ കൊല്ലുക, അല്ലെങ്കിൽ ഒരു മദ്യം കഴിക്കുക, ആത്മീയ ഗുരുവിനോട് അസൂയപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്ത, ഭയാനകരമായിരിക്കുന്ന തെറ്റുകൾ ചെയ്തവനോട് തെറ്റുകൾ പോലും ഈ ദിവസം ക്ഷമിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മളോട് എല്ലാവരോടും ഈ വ്രതം കൃത്യമായി ആചരിക്കാൻ പറയുന്നുണ്ട്. പരമേശ്വരനായിരിക്കുന്ന ജൽഷായി, അതായത് വെള്ളത്തിൽ ഉറങ്ങുന്ന ഭഗവാനെയാണ് ജൽഷായി എന്ന് വിളിക്കുന്നത്. ജലശായി, ജലത്തിൽ ശയിക്കുന്നവൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാനെ ആരാധിക്കുന്ന ഏതൊരു സ്ത്രീയും പുരുഷനും ആയിക്കോട്ടെ, അടുത്ത ദിവസം നല്ല മധുര പലഹാരങ്ങളും ഒരു യോഗ്യനായ ബ്രാഹ്മണനുള്ള വസ്ത്രദാനവും കൂടി ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അത് എന്താ പറയാ, അങ്ങനെ പശുക്കളെയും പണത്തെയും ഒക്കെ ദാനം ചെയ്ത് ഒരാൾ പരമ ഭഗവാനായിരിക്കുന്ന വാസുദേവനെ പ്രസാദിപ്പിച്ച് അത്രയധികം അവന്റെ കുടുംബത്തിലെ 100 തലമുറകൾ, ഒന്നും രണ്ടും അല്ല പറയുന്നത്, 100 മുൻ തലമുറകൾക്ക് നിസംശയമായിട്ടും ഭഗവാന്റെ പരമസ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അവർ ഒരുപാട് പേര് പാപങ്ങൾ ദുരിതങ്ങളെല്ലാം ചെയ്തവരാണ്. ഇതെല്ലാം മാറി എല്ലാം കൃത്യമായി നമ്മുടെ 100 തലമുറകളെ ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഭഗവാന്റെ വാസസ്ഥലത്തിലേക്ക് ഭഗവാന്റെ വിമാനത്തിലാണ് അവരെ കൊണ്ടുപോകുന്നത്. ഈ ദിവസം ഒരു ബ്രാഹ്മണന് അല്ലെങ്കിൽ ഒരു നിർധനനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വസ്ത്രം നൽകിയാൽ, ഒരു ചെരുപ്പ് നൽകിയാൽ, ഒരു എന്താ പറയാ വെള്ളം നൽകിയാൽ തീർച്ചയായിട്ടും മഹത്വങ്ങൾ നിങ്ങളെ തേടി വരും. യാതൊരു കുഴപ്പവും ഇല്ല. ഇത് വളരെയധികം ശ്രേയസ്കരമാണ്. പരമാത്മാവായിരിക്കുന്ന ശ്രീ വിഷ്ണുവിന്റെ അതീന്ദ്രിയ വാസസ്ഥലത്തേക്കാണ് ഭഗവാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, അമാവാസി എന്നറിയപ്പെടുന്ന പൂർവീകർക്ക്, ശ്രാദ്ധം നടത്തുന്നവർക്ക്, പ്രത്യേകിച്ച് സൂര്യഗ്രഹണ സമയത്ത് അത് സംഭവിച്ചാൽ തീർച്ചയായും ഒരു നേട്ടം കൈവരിക്കും. അതേപോലെയുള്ള അതിനേക്കാൾ കോടാനുകോടി മുജ്ജന്മ സുഹൃതമാണ് നമ്മുടെ പൂർവീകർക്ക് നമ്മൾ ഈ ഏകാദശി അനുഭവിക്കുന്നത് കൊണ്ട്, നമ്മൾ ഏകാദശി എടുക്കുന്നതുകൊണ്ട് അവർ അനുഭവിക്കാൻ പോകുന്ന സുഖങ്ങൾ. അപ്പം അതുകൊണ്ട് ഒരു ഏകാദശി എടുക്കുന്ന വ്യക്തി രാവിലെ കൃത്യമായി പല്ല് തേച്ച് ഭക്ഷിക്കാതെ കുടിക്കാതെ പരമേശ്വരനായിരിക്കുന്ന ആ കേശവനെ എടുത്തോളൂ സന്ധ്യ മാതാജി, കേശവനെ പ്രീതിപ്പെടുത്തി ഏകാദശി ആചരിച്ച് ദാനധർമാദികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ 51 വസ്ത്രമേ ഉള്ളൂ കേട്ടോ, കൂടുതലില്ല. അപ്പം അതുകൊണ്ട് 51 വസ്ത്രമേ നമുക്ക് നാളെ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ഏകാദശി എടുത്തു കഴിഞ്ഞാൽ ഏകാദശിയുടെ പിറ്റേന്ന് ത്രിവിക്രമന്റെ രൂപത്തിലുള്ള പരമപുരുഷനെ ജലപുഷ്പ ധൂപം, കത്തുന്ന വിളക്ക് എന്നിവ കൊണ്ട് ആരാധിക്കണം. അതായത് ഭഗവാനെ നമ്മൾ അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്യണം, അഭിഷേകമൊക്കെ ചെയ്ത് ആരാധിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാനിവിടെ ഭഗവാന് മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അഭിഷേകം ചെയ്യുന്നുണ്ട്. പലർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല, സാധിക്കുന്നവർ വീട്ടിൽ ചെയ്തോളൂ. അല്ലാത്തവർക്ക് ഞാനിവിടെ ഭഗവാന്റെ മുമ്പിൽ അഭിഷേകവും കാര്യങ്ങളും ജലവും ധൂപവും പുഷ്പവും കത്തുന്ന വിളക്കും എല്ലാം വെച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് നമുക്കൊരു അനുഗ്രഹം, ഒരുപാട് ഭക്തരുണ്ട് അല്ലേ, അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള അനുഗ്രഹവും നമുക്ക് ലഭിക്കും, ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നുള്ള അനുഗ്രഹവും ലഭിക്കും. അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തിയൊക്കെ തന്ന് ഭഗവാൻ നാളെ നമുക്ക് ഈ ഏകാദശി എടുക്കാൻ അനുഗ്രഹം നൽകണം. അപ്പം അദ്ദേഹം പറയാണ്, ഭീമസേന, ഈ ഏകാദശി വ്രതത്തെക്കുറിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. അതിനുശേഷം നീ ചെയ്യേണ്ട ദാനധർമാദികളെ കുറിച്ചും ഞാൻ പറഞ്ഞു തന്നു. നാളത്തെ ദിവസം ദാനം ചെയ്യാൻ സാധിച്ചാൽ അതൊരു ശ്രേയസ്കരമായിരിക്കുന്ന ദാനമാണ്. ഇത്രയും പറഞ്ഞ് ശ്രീല വ്യാസദേവൻ പറയാണ്, ഈ ശുഭകരമായിരിക്കുന്ന ശുദ്ധീകരിക്കുന്ന പാപം വിഴുങ്ങുന്ന ദ്വാദശിയിൽ ഞാൻ വിവരിച്ച ഈ വ്രതം അനുഷ്ഠിക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും, ഭഗവാന്റെ വാസസ്ഥലത്തെത്താൻ സാധിക്കും. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ നിന്നുള്ള ജ്യേഷ്ഠ ശുക്ല ഏകാദശി അല്ലെങ്കിൽ ഭീമസേന നിർജ്ജല ഏകാദശിയുടെ മഹത്വം ഇത്രയുമാണ്. നാളത്തെ ദിവസം ഏകാദശി എടുക്കുക, നാളെ വസ്ത്രദാനം ചെയ്യുക. അപ്പം ഒന്നും വിഷമിക്കേണ്ട, നാളത്തെ ദിവസത്തെ ഏകാദശി എടുത്താൽ എല്ലാ മുടങ്ങിയ ഏകാദശിക്കും കൃത്യമായത്. അപ്പോൾ നാളത്തെ ദിവസം ഏകാദശി എടുക്കുക മാത്രമല്ല, നമുക്ക് വസ്ത്രദാനവും കൂടെ നൽകാൻ സാധിച്ചാൽ അതിൽ പരം സുഹൃതം മറ്റൊന്നുമില്ല.
51 വസ്ത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആർക്കൊക്കെ ദാനം കൊടുക്കണമോ എത്ര എണ്ണം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 5 എണ്ണം ബുക്ക് ചെയ്താലും 4 എണ്ണം ബുക്ക് ചെയ്താലും 10 എണ്ണം ബുക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരെണ്ണം നാളെ നിങ്ങളുടെ പേരിൽ കൊടുക്കും. ബാലൻസ് വരുന്ന ദിവസങ്ങളിൽ കൊടുക്കും. അപ്പോൾ 51 പേർക്ക്, 51 ഇല്ല ഞാൻ പറയാം, 50 പേർക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. വസ്ത്രദാനത്തിന് വേണ്ടി 50 പേർക്ക് നാളെ കൊടുക്കാൻ. ഇനി എനിക്ക് ഇപ്പം ഇന്ന് പോയി വസ്ത്രം എടുക്കാനുള്ള സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നിലധികമോ നിങ്ങൾക്ക് ദാനം ചെയ്യാം. വളരെ നല്ല കാര്യമാണ്. അമർ ഓൾറെഡി അന്നദാനത്തിന് എൻ്റെ കയ്യിൽ പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അമറിൻ്റെ അമ്മയുടെ പേരിലോ അമറിൻ്റെ പേരിലോ ഒരു വസ്ത്രം ഞാൻ കൊടുത്തോളാം കേട്ടോ. അത് അന്നദാനത്തിന് മാറ്റി വെച്ചതായിരുന്നു, മാതാജി അതിൽ നിന്ന് കൊടുത്തോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അത് അമറിൻ്റെ മാത്രം ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു, ഇന്നലെയാണ് അത് എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ നമുക്ക് വസ്ത്രദാനം നിർബന്ധമായും കൊടുക്കണം. നാളത്തെ ഏകാദശി ദിവസം ഇത്രയും പരമപവിത്രമായിരിക്കുന്ന ഒരു ദിവസം നമുക്ക് വേറെ ഇല്ല. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു, പെട്ടെന്ന് ഇട്ടോളൂ. ദിവ്യ മാതാജി മെസ്സേജ് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദിവ്യയെ കൂട്ടി വന്നത് ഇങ്ങോട്ട്. കാരണം എനിക്ക് വർക്കും ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോഴും ഇങ്ങനെ മഞ്ജരീസിൻ്റെ വർക്ക് പെൻഡിങ് ആവുന്നു. ഒറ്റയ്ക്ക് എനിക്ക് പറ്റും ഒറ്റയ്ക്ക് എനിക്ക് എന്താ പറയുക, കുക്ക് ചെയ്യാനും ബുദ്ധിമുട്ട്. അന്നദാനത്തിൻ്റെ കുക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അമ്മ വയ്യാതെ കിടക്കുകയാണ്. പിന്നെ പുറത്ത് ഫുഡ് ഏൽപ്പിച്ചു കഴിഞ്ഞാലും ശരിയാവുന്നില്ല. അപ്പം കഴിഞ്ഞ ദിവസം 350 ഇഡ്ഡലിയോളം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ എന്താ പറയുക കുക്കിങ്ങും ക്ലാസ് എടുക്കലും ഡബ്ബിങ്ങിന് പോകലും കുക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരലും ഭഗവാന്റെ പൂജയും ജപവും എല്ലാം കൂടി എനിക്ക് ടഫായി. അതാണ് ഞാൻ ദിവ്യ മാതാജിയെ വിളിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി. അപ്പം വേഗം എല്ലാവരും ബുക്ക് ചെയ്യേണ്ടവർ മഞ്ജരീസിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ. ഇന്നത്തെ ദിവസം കൊണ്ട് മെസ്സേജ് നോക്കി തീർക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇതാണ് നാളത്തെ ഏകാദശിയുടെ പ്രത്യേകത. ഹാപ്പിയാണോ എല്ലാവരും? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഈ ലൈവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത് ഏകാദശി സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഗീതാ പഠന ക്ലാസ് നെക്സ്റ്റ് ഉടനെ തന്നെ ലൈവിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്താൽ പോരെ? ലൈവ് കട്ട് ചെയ്യാണ്. തിരിച്ച് 5 മിനിറ്റിനുള്ളിൽ വീണ്ടും ലൈവ് വരും. ഹരേ കൃഷ്ണ. ചെയ്യാം സൗന്ദര്യമ്മ. അമ്മയുടെ പേരിൽ ഓൾറെഡി ഉണ്ട്, ചെയ്യാം.